നമസ്കാരം എല്ലാവർക്കും allusfamന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസ് ഞാൻ ചെയ്തായിരുന്നു ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഹെയർ അല്ല, എന്നാലും ഒരു ചെറിയ ഹെയറിൽ നിന്ന് ഞാൻ കുറച്ചൊരു മാറ്റം എത്രയെങ്കിലും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാക്സും അതുപോലെ തന്നെ ഹെയറിന് അതുപോലെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു മാറ്റം വന്നത് മുടിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. അതുമാത്രമല്ല, ഞാൻ വിചാരിച്ചത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ പറഞ്ഞു ശ്രുതി അങ്ങനെ ഒന്ന് ചെയ്യോ, അവർക്കൊക്കെ കുറച്ചൊരു ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഹെയർ ഫോൾ എനിക്കും ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് മുടി കൊഴിയുന്നില്ല, സാധാരണ കൊഴിയുന്ന പോലെ തന്നെ എനിക്കും കൊഴിയുന്നുണ്ട്. സോ അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് മുട്ടോളം മുടിയൊന്നുമില്ല, എങ്കിലും ഉള്ള മുടി ഞാൻ കെയർ ചെയ്ത് ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് കേട്ടോ. കാണില്ല, ഇത്രയും എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തംബ്നെയിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, എൻ്റെ പണ്ടത്തെ മുടിയും ഇപ്പോഴത്തെ കുറച്ച് മാറ്റം വന്ന മുടിയും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പാക്സ് ഒക്കെ പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഹെയർ പാക്ക് ഹെയറിന് വളരെ ഗുണം ഉള്ള ഒരു ഹെയർ പാക്കാണ്. എൻ്റെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ: ഉഴുന്നും ബനാനയും പിന്നെ അതുപോലെ തന്നെ കറ്റാർ വാഴ ജെല്ലും. കറ്റാർ വാഴ ജെല്ല് ഞാൻ എൻ്റെ എല്ലാ ഹെയർ പാക്കിലും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. സോ അതുപോലെ തന്നെ ഈ ഉഴുന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഉഴുന്ന് ഇത്രയും നല്ല ഒരു സംഭവമാണ്, ഹെയറിന് ഇത്രയും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു, യൂട്യൂബിൽ കുറച്ച് മുന്നേ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതിനെ പറ്റിയിട്ടൊക്കെ. അതിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ തിൻ ഹെയർ ഒക്കെ ഉള്ളവർക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊങ്ങിക്കിടക്കും, അതുപോലെ തന്നെ നന്നായിട്ട് നല്ല തിക്നെസ് ഫീൽ ചെയ്യും, നമുക്ക് നല്ല മുടി, നല്ലൊരു ഉള്ളുള്ള മുടിയുള്ള പോലെ തോന്നും. ഇതൊക്കെയാണ് ഈ ഒരു പാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയാനുള്ളത്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഹെയർ പാക്ക്. ഓക്കെ, ഈ ഒരു ഹെയർ പാക്കിന് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉഴുന്നാണ് എടുക്കുന്നത്. ഇവിടെ 1 ടീസ്പൂൺ എടുത്തു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ 8 മണിക്കൂർ പൊതിരാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 8 മണിക്കൂറോളം പൊതിരാൻ വേണ്ടി വെക്കുക. 8 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഉഴുന്നൊക്കെ നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അരച്ചെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. അടുത്തത് വേണ്ടത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. അതില്ലെങ്കിൽ റോബസ്റ്റ് പഴവും ബെസ്റ്റാണ്. പഴത്തിൻ്റെ 1/4 ഭാഗമാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങളുടെ ഹെയർ കൂടുതൽ ലെങ്ത് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതിയോളം നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അലോവേരേൻ്റെ ലീഫ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ചൊറിച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ യെല്ലോ കളറുള്ള ദ്രാവകം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ജെല്ലെടുക്കുന്നതിനെക്കാട്ടും മുന്നേ ലീഫ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണേ. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പുതിർത്ത് വെച്ച ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ വെള്ളം അടക്കം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം, അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ തരിതരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അലോവേര ജെല്ലാണ് ചേർക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, പഴമൊക്കെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കുന്നതാണ്. സോ അലോവേര ജെല്ല് അത്രയും മതിയാവും. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ആദ്യം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബനാനേൻ്റെ സംഭവങ്ങളൊക്കെ ഉഴുന്നിൻ്റെ ഒക്കെ തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് വേഗം കഴുകുമ്പോൾ തന്നെ വരും. അപ്പോൾ നമ്മൾ തലയോടിയിൽ മൊത്തമായിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. ഇതുപോലെ ഒരു കയ്യിലിട്ടെടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ആദ്യം നമ്മളെ സ്കാൽപ്പിൽ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കണം, എന്നിട്ടാണ് ഹെയറിൽ താഴോട്ടേക്ക്. ഓക്കെ, പിന്നെ വളരെ സോഫ്റ്റായിട്ട് മുടി നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല നല്ല തിക്കായിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഇവിടെ വെച്ചിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യട്ടെ. നമുക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ഇതിലും ഓരോ വകച്ചിലായി എടുത്തിട്ട് ഇനി ഹെയറിൽ ഇങ്ങനെ ഇതുപോലെ നല്ല മുടിയുടെ താഴെ വരെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഈ മുടിയുടെ അറ്റമൊക്കെ പിളരുന്നില്ലേ, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്കൊക്കെ ഇട്ട് ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിക്കളയാം. ഓക്കെ, ഷാമ്പൂ വേണമെന്നില്ല കേട്ടോ, നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടില്ലേ, അതുകൊണ്ട് അങ്ങനെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഇല്ല. കുറേ വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല. ഷാമ്പൂ ഇട്ടതിനെക്കാട്ടും നല്ല ഭംഗിയായിട്ട് മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന രീതിയും അപ്ലൈ ചെയ്യുന്ന രീതിയും. അപ്പം ഇതൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഉഴുന്നും ബനാനയും അലോവേര ജെല്ലും ഇത് 3 മുടിക്ക് നല്ലതാണ്. മുടി നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ എന്താണ് നല്ലപോലെ ബുഷി ആയിട്ട് നിൽക്കാനും. കുറച്ചും കൂടി നല്ല ഡ്രൈ ഹെയർ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ഈ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തിളങ്ങാം. അപ്പോൾ എനിക്ക് തീരെ ഉള്ളില്ല, അതുകൊണ്ട് മുടിയൊന്നും ഇതുപോലെ പരത്തിയിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർ ഈ ഒരു ഹെയർ പാക്ക് പരീക്ഷിച്ച് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ പോകും അടിപൊളിയായിട്ട് പോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ